ഹലോ എവ്രി വൺ, ഇതെൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗാണേ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ഭയങ്കര കാമായിട്ടാണ് എണീറ്റത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ വിൻഡോ തുറന്നാൽ നല്ല ചെറിയ തണുത്ത കാറ്റുണ്ടാകാറുണ്ട്. അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. സോ ഐ ഡിസൈഡഡ് ടു ബി എക്സ്ട്രാ പ്രൊഡക്റ്റീവ് ടുഡേ. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ മക്കൾക്ക് മദ്രസ ഉണ്ട്. മദ്രസയിലേക്ക് പോവുകയാണ് രണ്ടാളും. മക്കൾ പോയി കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. ബെഡ് റെഡിയാക്കലും പിന്നെ അവർ പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് നേരെ എടുത്തു വെക്കലാണ് എൻ്റെ മെയിനായിട്ടുള്ള പണികൾ. എല്ലാ കാര്യങ്ങളും ഇതുപോലെ റെഡിയാക്കി ഭംഗിയായിട്ട് വെച്ചാൽ കാണാൻ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് വീട്ടിനകത്ത്. തലേ ദിവസം രാത്രി തന്നെ ഞാൻ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നെല്ലാം ഒരു ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് വെക്കാറുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചില ദിവസങ്ങൾ പറ്റാറില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും എഗ് കറിയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ എഗ് കറീൻ്റേത്. എഗ് കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ വീട്ടിലധികം ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണിത്. ലഞ്ചിന് ഹസ്ബൻഡ് ബിരിയാണി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോൾ ഷോപ്പിങ്ങിന് പോയി. എനിക്ക് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള കപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട്. ഷോപ്പിങ്ങിന് പോയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതുപോലെ കിച്ചണിൽ ഓരോ സാധനങ്ങൾ ഓരോ സമയത്ത് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. അപ്പം തന്നെ ഞാൻ വാങ്ങി. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കിച്ചൺ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയാൽ തന്നെ വർക്കൊക്കെ ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ മൂഡൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നമുക്കിത് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ടീ പൗഡർ അൽകുബ്സിൻ്റെതാണ്. നല്ല ബെസ്റ്റ് ഫ്ലേവർഫുൾ ടീ പൗഡറാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഇതിനെ കൊണ്ടുണ്ടാക്കുന്ന ചായ. നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ തലവേദന മരുന്ന് എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു ചായപ്പൊടിയാണിത്. ഞാൻ ഭയങ്കര ചായ കുടിയുള്ള ഒരാളാണ്. ഒരു ദിവസം 2 നേരം അല്ലെങ്കിൽ 3 നേരങ്ങളിൽ ഞാൻ ചായ കുടിക്കാറുണ്ട്. കുവൈറ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഈ ചായപ്പൊടി കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊന്ന് കമൻസിൽ അറിയിക്കണേ. സോ ദിസ് വാസ് മൈ സിമ്പിൾ ഡേ വിത്ത് മീ വിത്ത് എ സ്മോൾ കിച്ചൺ അപ്ഗ്രേഡ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം